എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഇൻസ്റ്റലേഷൻ സമയത്ത് ഡൂസ് ആൻഡ് ഡോൺസ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും ഡൂസ് ആൻഡ് ഡോൺസ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങൾ പഠിക്കും. ആവശ്യമുള്ള ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ എക്യുപ്മെൻറ്റ്സ്: മൾട്ടിമീറ്റർ, ലൈൻ ടെസ്റ്റർ, ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ, ഡോക്യുമെൻറ്റ്സ് ആൻഡ് ടെസ്റ്റ് എക്യുപ്മെൻറ്റ്സ്. ഇനി നമുക്ക് ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ഫോർമുലേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ഡൂസ് ആൻഡ് ഡു നോട്ട്സിൻ്റെ ലിസ്റ്റ്: സോളാർ മൊഡ്യൂൾസ്, AJB അറേ ജംഗ്ഷൻ ബോക്സ്, CC ചാർജിംഗ് കൺട്രോളർ, ഇൻവെർട്ടർ ഓർ PCU, പവർ കൺട്രോൾ യൂണിറ്റ്, ബാറ്ററി ബാങ്ക്. സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റ് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ശരിയായ ലിസ്റ്റ് തയ്യാറാക്കണം. സോളാർ മൊഡ്യൂൾസ്. ഡൂസ്: 15 ദിവസത്തിൽ ഒരു തവണ മൊഡ്യൂളിൻ്റെ ഗ്ലാസ് സർഫേസ് വെള്ളം പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. പീരിയോഡിക്കലായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കണക്ഷൻസ് എല്ലാം ക്ലീനായിട്ടും സെക്യൂറായിട്ടും ഡാമേജ് ആകാതെയുമാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കറോഷൻ ആയിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. മൊഡ്യൂൾസിൻ്റെ ഫ്രണ്ട് ഗ്ലാസിന് വല്ല കേടുമുണ്ടോ അതല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നും വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. മോഡ്യൂൾസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗ്ലാസ് എത്തരത്തിലെങ്കിലും ബേൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഡോൺസ്: ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. ഒരു കാരണവശാലും മൊഡ്യൂൾ കണക്ഷൻ ഡിസംബിൾ ചെയ്യാൻ പാടില്ല. ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള നെയിം പ്ലേറ്റ്സും അല്ലെങ്കിൽ കോമ്പോണൻസും റിമൂവ് ചെയ്യാനേ പാടില്ല. മൊഡ്യൂളിൻ്റെ മേലെ പെയിൻറ് അല്ലെങ്കിൽ അഡ്ഹെസീവ് അപ്ലൈ ചെയ്യാൻ പാടില്ല. മൊഡ്യൂളിൻ്റെ മേലെ സൂര്യപ്രകാശം ആർട്ടിഫിഷ്യലായിട്ട് പതിക്കാൻ കണ്ണാടി പോലുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. മൊഡ്യൂളിൻ്റെ മേലെ നിൽക്കാനോ ഇരിക്കാനോ പാടുള്ളതല്ല. മൊഡ്യൂളിൻ്റെ മേലെ ഭാരമുള്ള സാധനങ്ങൾ വയ്ക്കാൻ പാടുള്ളതല്ല. പാനൽസിൻ്റെ മേലെ നിഴൽ വീഴുന്നത് അവോയ്ഡ് ചെയ്യണം. മൗണ്ടിംഗ് സ്ട്രക്ചറിലുള്ള പാനൽസ് ഡിസ്പ്ലേസ് ചെയ്യാൻ പാടില്ല. ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസ് ക്ലീൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് പിന്നെ പീരീഡ് ഓഫ് മെയിൻ്റെനൻസ് രണ്ടും റെഡിയാക്കി വെക്കണം. ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റേത് നോർമലായിട്ടുള്ള ഓപ്പറേഷൻ ഓട്ടോമാറ്റിക് ബാൻഡ് ആയതുകൊണ്ട് കസ്റ്റമറിൻ്റെ ഇൻ്റർവെൻഷൻ എപ്പോഴും ആവശ്യമില്ല. എന്നാലും കസ്റ്റമറിന് ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾ ക്ലീൻ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഈ സിസ്റ്റത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഡിഫറൻ്റ് ആയ കണ്ടീഷനുകളിൽ ഇമ്പോർട്ടൻ്റ് ആയ വേരിയേഷനുകളിൽ വല്ലതും കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി ഇൻഫോം ചെയ്യണം. അതായത് റെയിൻ, ഫോഗ് ആൻഡ് സൺഷൈൻ. ഏതെങ്കിലും പോസിബിൾ ആയിട്ടുള്ള ഏരിയകളിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലും ഉറപ്പായിട്ടും ഇൻഫോം ചെയ്തിരിക്കണം. ബാറ്ററീസ് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം. എനർജി സേവ് ചെയ്യുന്നതിനെ പറ്റി എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക, അത് വളരെ പ്രധാനമാണ്. ലോഡ് മാനേജ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് ഉറപ്പായിട്ടും പറയണം. ഇൻവെർട്ടറിൻ്റെ ചുറ്റിലുമുള്ള സ്ഥലത്തെ എപ്പോഴും ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫ്യൂസ് ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ്സും പറയണം. കസ്റ്റമറിന് എന്തൊക്കെ പോസിബിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. മെയിൻ്റെനൻസ് ടീമിനെ വിളിക്കണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവണമെന്ന് കസ്റ്റമറിന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. AJB അറേ ജംഗ്ഷൻ ബോക്സ്. ഡൂസ്: മാനുവലിൽ ഉള്ള ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റാളറെ ഉപയോഗിച്ച് ഈ PCU ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. എന്നാലേ പ്രശ്നം വരാതിരിക്കൂ. സൈറ്റിൽ PCUമായിട്ട് കണക്ട് ചെയ്യാൻ ലോഡും അതിൻ്റെ കൂടെയുള്ള വയറിങ്ങും പ്ലാൻ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യണം. 2 സോഴ്സിലും കൂടുതൽ PCO കൊണ്ട് അത് എനർജൈസ് ചെയ്യണം. സർവീസിംഗ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ സോഴ്സുകളും ഡി എനർജൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ലോക്കൗട്ട് ഓർ ടാഗ് ഔട്ട് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യണം. ഒരേപോലെയുള്ള സോളാർ ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിൻ്റെ മോഡൽസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഫറൻ്റ് ആയിട്ടുള്ള പാനൽസ് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും പെർഫോമൻസ് കുറവായിരിക്കും. ചിലപ്പോൾ ഫെയിൽ ആകാനും സാധ്യതയുണ്ട്. ഒരേപോലെയുള്ള മോഡൽ ബാറ്ററികളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സെയിം ഏജ്, ആംപ് ഹൗസ് റേറ്റിംഗ്, വോൾട്ടേജ്, പിന്നെ ബാറ്ററി ബാങ്കിൻ്റെ ബ്രാൻഡും സെയിം ആയിരിക്കണം. മൗണ്ടിംഗ് ആങ്കർ സ്ക്രൂവും പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിരിക്കണം. 6 മാസത്തിൽ ഒരു തവണ എല്ലാ ഇലക്ട്രിക്കൽ കണക്ഷൻ സ്ക്രൂകളും ടൈറ്റ് ആയിട്ടാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള സൈസ് ആൻഡ് ടൈപ്പിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് വയർസ് ആണ് വയറിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. ലോക്കൽ വയറിംഗ് കോഡ് ഫോളോ ചെയ്യണം. എല്ലാ കണക്ഷൻസും വയറിങ്ങും ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ സോഴ്സ് എനർജൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇലക്ട്രിക്കൽ ടെർമിനൽസിന്റെ കൂടെ കപ്പിളായിട്ടിരിക്കുന്ന കേബിൾസിന് മെക്കാനിക്കൽ സ്ട്രെസ് റിലീഫ് കൊടുക്കണം. PCUവിന് റെഗുലറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സർവീസ് പേഴ്സണലിനെ കൊണ്ട് കണക്ടേഴ്സിലെ വയർ ടെർമിനേഷനിലുള്ള വെന്റിലേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യണം. PCU ശരിയായി ഗ്രൗണ്ടിങ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലോക്കൽ റിക്വയർമെൻറ്റ്സ് പിന്നെ റെഗുലേഷൻസിൻ്റെയും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓപ്പറേഷൻ മോഡ്സ് ആൻഡ് സെറ്റിംഗ്സ് മനസ്സിലാക്കി നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമ്മുടെ സെറ്റിംഗ്സ് കസ്റ്റമൈസ് ചെയ്യാം.
നമ്മുടെ റിക്വയർമെൻറ്റ്സിന് അനുയോജ്യമായി നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓപ്പറേഷൻ മോഡ് ആൻഡ് സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് റിവ്യൂ ചെയ്യേണ്ടതാണ്. ഡോൺസ്: ഫിസിക്കലായിട്ട് എക്യുപ്മെൻറ്റ് ഡാമേജ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. PCUയിലുള്ള വെന്റിലേഷൻ ഓപ്പണിങ്സ് കവർ ചെയ്യാൻ പാടില്ല, ബ്ലോക്ക് ചെയ്യാനും പാടില്ല. ഔട്ട്ഡോറിൽ PCU ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ്, ഡസ്റ്റ്, ഇൻസെക്ട്സ്, റെയിൻ പിന്നെ മോയ്സ്ചറും കാരണം സഫർ ആകും. ഒരു കാരണവശാലും ഫ്രോസൺ ബാറ്ററി റീചാർജ് ചെയ്യാൻ പാടില്ല. ബാറ്ററിയുടെ വെൻ പ്ലഗ്സും ഡാമേജ് ചെയ്യാൻ പാടില്ല. ഒരു സ്പെസിഫിക് ലിമിറ്റിൻ്റെയും താഴെ ബാറ്ററിയുടെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. സർവീസ് ലൈഫിലുള്ള ബാറ്ററികളുടെ നടുവിൽ ടാപ്പിംഗ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ലീഡ് ആസിഡ് ബാറ്ററീസിൻ്റെ വിസിനിറ്റിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. നോർമലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാറ്ററികളിൽ നിന്ന് അപകടകരമായ ഗ്യാസുകൾ പുറത്തു വരും. PCUവിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാതെ ഫ്ലൂഡഡ് ബാറ്ററിയിൽ നിന്നും വേറൊരു ടൈപ്പ് ബാറ്ററിയെ മാറ്റാൻ പാടില്ല. അതിനുശേഷം പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും അതല്ലെങ്കിൽ ഇഗ്നിഷൻ പ്രൊട്ടക്റ്റഡ് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുള്ള സ്ഥലങ്ങളിലും വെച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആൻഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ കണക്ഷൻ ഉള്ള PCU നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. CC ചാർജിംഗ് കൺട്രോളർ. ഡൂസ്: ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം വോൾട്ടേജ്, 12 വോൾട്ടേജ്, 24 വോൾട്ടേജ് ഓട്ടോ റെക്കഗ്നിഷൻ. മാൻ മെഷീൻ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഹ്യൂമനൈസ്ഡ് LCD ഡിസ്പ്ലേയിങ് ആൻഡ് ഡബിൾ ബട്ടൺ ഓപ്പറേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സെറ്റപ്പിന് ടെക്നിക്കൽ ഡാറ്റ കഴിഞ്ഞ ശേഷം മോഡിഫൈയും ചെയ്യണം. ഹൈ എഫിഷ്യൻസി ഇൻ്റലിജൻറ്റ് PWM 3 സ്റ്റേജ് ചാർജിംഗ്. ലോഡ് കൺട്രോൾ മോഡ് സെലക്ട് ചെയ്യാം. രാത്രി സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ടൈമർ ഫംഗ്ഷൻ റീസെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. റിലയബിൾ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ, ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ. ആക്യുറേറ്റ് ടെമ്പറേച്ചർ കമ്പൻസേഷൻ. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വോൾട്ടേജ് ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കണം. ബാറ്ററി ലൈഫ് ടൈം ഇംപ്രൂവ് ചെയ്യണം. റൗണ്ട്ലി റിസർവ് കണക്റ്റഡ് പ്രൊട്ടക്ഷൻ. സോളാർ പാനൽസ്, ബാറ്ററി, സോളാർ ചാർജ് കൺട്രോളർ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് പോൾസ് ഒന്നായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സീരീസ് കൺട്രോൾ സർക്യൂട്ടിന് നെഗറ്റീവ് മോസ്ഫെറ്റ് അഡോപ്റ്റ് ആയിരിക്കണം. റൂമിനകത്ത് കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡോൺസ്: ഇൻ കേസ് കൺട്രോളർ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നാൽ എൻവയോൺമെൻറ്റ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വരാത്ത രീതിയിൽ സൂക്ഷിക്കണം. പ്രവർത്തിക്കുമ്പോൾ കൺട്രോളർ വളരെ ചൂടായിട്ടുണ്ടാവും. തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ അടുത്തുനിന്നും മാറ്റിവെക്കുന്നതാണ് വളരെ നല്ലത്. സോളാർ പാനലിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വളരെ അധികമായിരിക്കും, അതായത് 24 വോൾട്ടേജ് വരെ ഉണ്ടാവാം. ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാറ്ററിയിൽ അസിഡിക് ഇലക്ട്രോലൈസിസ് ഉണ്ടാവാം. അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജോഗിൾസ് ധരിക്കുന്നത് നല്ലതാണ്. എന്നിട്ടും ആക്സിഡൻ്റലി ഇലക്ട്രോലൈസിസ് എക്സ്പോസ്ഡ് ആയാൽ അവിടെ വെള്ളം ഒഴിക്കേണ്ടതാണ്. ബാറ്ററിയിൽ പവർ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോൾ ഓഫ് ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ബാറ്ററിയുടെയും കൺട്രോളറിൻ്റെയും നടുവിൽ ഫ്യൂസ് ഉപയോഗിക്കുന്നത് സജസ്റ്റ് ചെയ്യുക. അതായത് സ്ലോ മോഷൻ ടൈപ്പ്. ഫ്യൂസിൻ്റെ ആക്ഷൻ ടൈപ്പ് 1.5 ടൈംസ് റേറ്റഡ് കറണ്ട് ഓഫ് കൺട്രോളർ ആയിരിക്കണം. ഇൻവെർട്ടർ ഓർ PCU പവർ കൺട്രോൾ യൂണിറ്റ്. ഡൂസ്: റൂം പ്രോപ്പറായിട്ട് വെന്റിലേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഡിസ്പ്ലേസ് ആൻഡ് ഇൻഡിക്കേഷൻസുടെ ഫംഗ്ഷനാലിറ്റി ആഴ്ചയ്ക്കൊരു തവണ ചെക്ക് ചെയ്യണം. ഇൻവെർട്ടറിന്റെ സർഫേസ് ആഴ്ചയ്ക്കൊരു തവണ ക്ലീൻ ചെയ്യണം. എല്ലാ കണക്ഷൻസും പ്രോപ്പറായിട്ട് ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഡോൺസ്: ഒരു അറ്റാച്ച്ഡ് നെയിം പ്ലേറ്റ്സ് ഓർ കോമ്പോണൻസും റിമൂവ് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും PCUവിൻ്റെ കവർ ഓപ്പൺ ചെയ്യാനോ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാനോ പാടുള്ളതല്ല. ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒരു കാരണവശാലും നിങ്ങളായിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. PCUവിൻ്റെ മേലെ ഒരു കാരണവശാലും വെള്ളം വീഴാതെ സൂക്ഷിക്കേണ്ടതാണ്. ബാറ്ററി ബാങ്ക്. ദി ആംബിയൻസ്. സറൗണ്ടിങ് എല്ലാം മോയ്സ്ചർ ഇല്ലാത്തതാണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാറ്ററി റൂം പ്രോപ്പർലി വെന്റിലേറ്റഡ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കൂ. ഡൂസ്: വീക്ക്ലി ബേസിസ്. ബാറ്ററിയുടെ ടോപ്പ് സർഫേസ് ആൻഡ് ടെർമിനൽസ് ആഴ്ചയ്ക്കൊരു തവണ ക്ലീൻ ചെയ്യണം. ഡൂസ്: ഡ്യൂറിംഗ് ബാറ്ററി സർവീസിംഗ് പീരിയഡ്സ് 4 മാസം കൂടുമ്പോൾ ഒരു തവണ ഡിസ്റ്റിൽഡ് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം. അതും ആവശ്യമാണെങ്കിൽ മാത്രം. ഗൈഡ് ലൈൻസിൽ പറയുന്നത് പോലെ റീഫിൽ ചെയ്യണം. ബാറ്ററി ഓവർഫിൽ ആവാൻ പാടില്ല. ഇലക്ട്രോലൈറ്റിന്റെ മാക്സിമം ലെവൽ 1/4 മുതൽ 1/2 വെൻവെൽ ട്യൂബിന്റെ താഴെ ആയിരിക്കണം. പിന്നെ ഇത് ബാറ്ററി വരെ നന്നായിട്ട് എക്സ്റ്റെൻഡും ആയിരിക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ക്രാക്സോ അല്ലെങ്കിൽ ഓവർഫ്ലോയോ കാരണം ഡിസ്റ്റിൽഡ് വാട്ടർ ലീക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം.
ടെർമിനൽസിലും കണക്ഷൻസിലും കൊറോഷൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി ടെർമിനൽ സേഫ്റ്റി ക്യാപ്സ് ശരിയായി മൗണ്ടഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഓരോ തവണയും കൈകൾ കഴുകേണ്ടത് വളരെ ആവശ്യമാണ്. ആവശ്യമെങ്കിൽ ടെർമിനൽസിൽ പെട്രോളിയം ജെല്ലിയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡോൺസ്: ഒരേ സമയം വെറും കൈകൊണ്ട് 2 ബാറ്ററി ടെർമിനൽസും ഒരേ സമയം തൊടാൻ പാടില്ല. ബാറ്ററി കൈകാര്യം ചെയ്യുമ്പോൾ വാച്ചോ മറ്റ് ആഭരണങ്ങളോ ധരിക്കാൻ പാടില്ല. അപ്പോഴേ ഷോക്ക് അടിക്കാതെ ഇരിക്കൂ. ബാറ്ററിയുടെ മേലെയോ അല്ലെങ്കിൽ അടുത്തോ ഒരു വിധത്തിലുള്ള ടൂൾസും മെറ്റൽ ഐറ്റംസും വെക്കാൻ പാടില്ല. ബാറ്ററി ചാർജിംഗ് ഏരിയയിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല, കാരണം ബാറ്ററിയിലുള്ള ആസിഡ്സ് പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ളതാണ്. ബാറ്ററി ചാർജിംഗ് ഏരിയാസിൽ ഓപ്പൺ ഫ്ലെയിംസ് അല്ലെങ്കിൽ സ്പാർക്സ് ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു പാർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി SCLCO റെപ്രസെൻറ്റേറ്റീവ്സ് ഒഴികെ വേറെ ആരെയും അലോ ചെയ്യാൻ പാടുള്ളതല്ല. റീക്യാപ്പ്: ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡൂസ് ആൻഡ് ഡോൺസ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അടുത്ത സെഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.